സർ, ആൻഡേഴ്സന്റെയും ബാക്കി ടീമിന്റെയും സിഗ്നൽസ് ഒന്നും വന്നില്ല. സിഗ്നൽസ് ജാമായിരിക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണമായിരിക്കും. എന്നാൽ എനിക്ക് ആൻഡേഴ്സണിൽ വിശ്വാസമുണ്ട്. ഐ ഹോപ്പ് ലിയാന ഈസ് സേഫ്. ഇവിടെ ഒരാൾ ലിയാനെ കുറിച്ച് ഓർത്ത് വളരെ വിഷമത്തിലായിട്ടോ. അല്ലല്ല, ഐ മീൻ എല്ലാവരും ഓക്കെ ആണെന്ന്. എനിക്ക് ചെറുതും വളരെ അത്ഭുതകരവുമായ ഒരു വസ്തു ലഭിച്ചു. ഷാഡോ പൾസ് സ്കാനർ. ഇത് ഡിസ്കോ സ്നിപ്പർ ആണെന്ന് തോന്നുന്നു. സ്നിപ്പർ ആണ്, എന്നാൽ ഷാഡോ എനർജി പിടിച്ചെടുക്കുന്നു. ഷാഡോ കീയുടെ സിഗ്നൽസ് ഇത് കണ്ടുപിടിക്കും. ഇത് പ്രവർത്തിക്കുമെങ്കിൽ നമുക്ക് ഉടനെ തന്നെ പുറപ്പെടണം. ഞാൻ ഷാഡോ എനർജിയുടെ ലേറ്റസ്റ്റ് സ്പൈക്സ് ട്രേസ് ചെയ്തിട്ടുണ്ട്. ഷാഡോ കീ ഇവിടെ തന്നെയുണ്ട്, ഒരു പഴയ ഫോറസ്റ്റ് ടെമ്പിൾ സോണിൽ. ഈ ഏരിയ ഇപ്പോൾ പ്രേതബാധയുള്ളതാണെന്ന് അറിയപ്പെടുന്നു. എനിക്ക് ഭൂതങ്ങളെ ഒന്നും പേടിയില്ല. ഇത്തവണ ഞാനും നിങ്ങളുടെ കൂടെ വരാം. ഈ ഷാഡോ എനർജി എന്താണെന്ന് എനിക്കറിയണം. നല്ല രസമായിരിക്കും. ഇറ്റ്സ് മിഷൻ ടൈം. ഒരു വശത്ത് മഞ്ഞുകാറ്റ്, മറ്റൊരു വശത്ത് എന്തിനേയും കത്തിച്ച് ചാമ്പലാക്കുവാൻ കഴിയുന്ന ഒരു ശക്തി. വോസും അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ തീഫ് ബ്ലേസും ഈ തീ സ്പർശിക്കുവാൻ വേണ്ടി തയ്യാറായിരുന്നു. എല്ലാം ഫ്രീസ് ആകുന്നിടത്ത് വോസിന്റെ ചിന്ത കൂടുതൽ മൂർച്ചയുള്ളതാകുന്നു. എനർജി കീയുടെ അടുത്ത് എത്തുവാനുള്ള വഴി അദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമായിരുന്നു. വോൾട്ടിനകത്തുള്ള ഹീറ്റ് ഇൻഡെക്സ് ഡേഞ്ചറസ്ലി അൺസ്റ്റേബിൾ ആണ്. 3 മിനിറ്റിൽ കൂടുതൽ അകത്ത് നിൽക്കുവാൻ കഴിയില്ല. ഷീൽഡ് ഓൺ ആണ് സർ, പക്ഷേ ഉള്ളിലുള്ള എനർജി പൾസസ് അൺപ്രെഡിക്റ്റബിൾ ആണ്. ഈ വഴി ഒട്ടും സേഫ് അല്ല. തെറ്റായ ടൈലിൽ ചവിട്ടുന്ന ഉടനെ ബേൺ ടോസ്റ്റ്. ശരിയായ സ്വീക്വൻസിലൂടെ പോകാം. ലോജിക്കൽ ആർമി 3, 2, 1. ഈ സീക്വൻസ് നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം. ഏത് കളറിലെ പാറ്റേൺ ആണ് വന്നതെന്ന് ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്യണം. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി നോക്ക്. പക്ഷേ സോൾവ് ചെയ്ത് മാത്രം മുന്നോട്ട് പോവുക. ശരിയായ സ്വീക്വൻസ് 6, 4, 6, 2, 3, 2. മിസ്റ്റർ വോസ് ശരിയായ സ്വീക്വൻസ് മനസ്സിലാക്കുന്നു. സർ, കോർ ഓവർ ഹീറ്റിംഗ് ആകുന്നു. മാക്സിമം 20 സെക്കൻഡ്സ്. കീ ആണ് എനിക്ക് വേണ്ടത്, കൺട്രോൾ അല്ല. ബാക്കിയുള്ള ആളുകൾ ഉരുകി തീരുമ്പോൾ മാത്രമേ വോസ് തന്റെ നീക്കം നടത്താറുള്ളൂ. എനർജി കീ ഇപ്പോൾ അയാളുടെ കൈകളിലായി. അയാൾ ഇപ്പോൾ ബ്രഹ്മക്ഷേത്രത്തിൽ നിന്ന് ഏതാനും ചുവടുകൾ മാത്രം അകലെയായിരുന്നു. ബാക്കി കീസും എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. കീസ് താഴെയിട്, അല്ലെങ്കിൽ നിലത്ത് വീഴും. ഞാൻ ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിൽ നിന്നാണ്. കൊല്ലാൻ പഠിച്ചിട്ടുണ്ട്, തോൽക്കാനല്ല. ഞാൻ പോകുന്നു സാറിന്റെ കൂടെ കീയുടെ അടുത്തേക്ക്. മിഷൻ ഡൺ. ഡ്രാക്കോസ് ഓടിപ്പോയി. കീ സേഫ് ആണ്. Wait, let me scan it. ഇത് ഡ്യൂപ്ലിക്കേറ്റാ. എന്താ? ഇതിൽ വൈബ്രേഷൻ പാറ്റേൺ ഒറിജിനൽ പോലെയല്ല. Someone stole the real key before we ever reached it. അതിനർത്ഥം കീ നമുക്ക് മുന്നേ നേരത്തെ ആരോ മോഷ്ടിച്ചു എന്നല്ലേ? എനിക്കിത് എത്രയും വേഗം ഡിറ്റക്റ്റീവ് മെഹുലിനെയും ഡിറ്റക്റ്റീവ് സൊസൈറ്റിയെയും ഇൻഫോം ചെയ്യണം. ആൻഡേഴ്സണും അദ്ദേഹത്തിന്റെ ടീമും കീയുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ തന്നെ ഡ്രേക്കോസ് ഗെയിം ഓൾറെഡി സെറ്റ് ചെയ്തിരുന്നു. ഒരു പെർഫെക്റ്റ് മോഷണം. ഒരു ശബ്ദമോ തെളിവോ ഇല്ലാതെ ഒരു പടി മുന്നോട്ട് പോകുവാനുള്ള പ്ലാനിംഗ് ആയിരുന്നു അത്. ലോജിക്കൽ ആർമി പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡിറ്റക്റ്റീവ് IQ 2 ഗെയിം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ മിസ്റ്റർ വോസിൽ നിന്ന് കീ തിരിച്ചെടുക്കണം. ഈ വീഡിയോയ്ക്ക് ശേഷം ആദ്യം നിങ്ങൾ ഡിറ്റക്റ്റീവ് IQ 2 ഗെയിം ഡൗൺലോഡ് ചെയ്യണം. ആലി ചേച്ചി ഇത്തവണ എന്നോട് പറയാതെ പോയി. ഞാൻ എപ്പോഴും അവരോടൊപ്പം മിഷൻസിന് പോയിരുന്നു. ആർക്കോ ഒരു സർപ്രൈസ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. ഡോക്ടർ സഞ്ജന, നിങ്ങളോ? ഇതെല്ലാം ഡിറ്റക്റ്റീവ് മെഹുലിന്റെ ഏറ്റവും ചെറിയ ജീനിയസ് ഒറ്റയ്ക്കാണെന്ന് തോന്നി. എനിക്ക് ആലിയ ചേച്ചിയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ എപ്പോഴും നല്ല നല്ല തമാശകൾ പറഞ്ഞിരുന്നു. അവൾ നിനക്ക് ഏറ്റവും സ്പെഷ്യൽ അല്ലേ? ബട്ട് ട്രസ്റ്റ് മീ, അവൾ തിരിച്ചു വന്നാലുടൻ നിങ്ങൾ രണ്ടുപേരും വീണ്ടും മിഷന് പോകും, ഡബിൾ ബ്ലാസ്റ്റോടുകൂടി.
വരൂ, അടിപൊളിയായിട്ട് നമുക്ക് എന്തെങ്കിലും കാണാം. ഇന്ന് ജൂപ്പിറ്റർ ക്ലിയർ ആയി കാണുന്നുണ്ട്. വാവ്, ഇത്രയും വലിയ ഗ്രഹം, അതിന്റെ ചുറ്റും കറങ്ങുന്ന ചെറിയ ഗ്രഹങ്ങളും. അത് ജൂപ്പിറ്ററിന്റെ മൂൺസ് ആണ്. ഏറ്റവും ഫേമസ് ഗാനിമേഡ് ആണ്. ഗാനിമേഡ് ജൂപ്പിറ്ററിന്റെ ഏറ്റവും വലിയ മൂൺ കൂടിയാണ്. ഒപ്പം മുഴുവൻ സോളാർ സിസ്റ്റത്തിന്റെയും മെർക്കുറി പ്ലാനറ്റിനേക്കാളും വലുതാണത്. ജൂപ്പിറ്ററിന്റെ അടുത്ത് 90-ൽ കൂടുതൽ മൂൺസ് ഉണ്ട്. അതിലെ കൊടുങ്കാറ്റ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് 300 വർഷത്തിലേറെയായി തുടരുന്ന ഒരു കൊടുങ്കാറ്റാണ്. മുഴുവൻ ഭൂമിയും ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്ര വലുതാണതും. ഞാൻ വലിയൊരു ഡിറ്റക്റ്റീവ് ആകുമ്പോൾ ജൂപ്പിറ്ററിന്റെ കേസ് ഞാൻ തന്നെ സോൾവ് ചെയ്യും. പിസ ഇല്ലാതെ പോകരുത് കേട്ടോ. ജയിച്ചു എന്ന് അവർ കരുതുന്നതിന് മുൻപ് തന്നെ ഞാൻ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 കീകളുണ്ട്. എർത്ത് കീയും എനർജി കീയും. സ്പേസ് കീയും ഷാഡോ കീയും ബാക്കിയുണ്ട്. അതും നമ്മുടെ കയ്യിലാകും. മെഹുലിനെ തോൽപ്പിച്ച ശേഷം അവന്റെ കയ്യിൽ നിന്ന് 2 കീകളും എടുക്കും. അതിനുശേഷം ബ്രഹ്മ ടെമ്പിളിൽ മറിഞ്ഞിരിക്കുന്ന ആ വസ്തു അത് നമ്മുടേതാകും. ആദി, നീ ബ്ലോഗിംഗ് ചെയ്യുകയാണോ അതോ മിഷൻ വന്നതോ? എന്റെ പുതിയ ഗാഡ്ജറ്റിനോട് നിനക്ക് അസൂയ. ഗ്രൗണ്ടിന് താഴെ എനർജി ഫ്ലെക്സ് ഡിറ്റക്ട് ആകുന്നുണ്ട്. ടെമ്പിൾ അടുത്താണ്. സ്കാനറിൽ ബീപ്പ് വരുന്നുണ്ട്. ഷാഡോ കീ ഇവിടെ എവിടെയോ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഷാഡോ ഡയൽ ടൈമിനെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് ആംഗിളിനെ അടിസ്ഥാനമാക്കിയുള്ളതാ. വെളിച്ചം അതിൽ തങ്ങി നിൽക്കുന്നിടത്തോളം അത് ഷേപ്പ് മാറ്റിക്കൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ പസിൽ അത് ഇരുട്ടിൽ മാത്രമേ സോൾവ് ആകുകയുള്ളൂ. ഈ ഷാഡോ സ്കാനറിന്റെ ജോലി തന്നെ രാത്രിയിൽ ശരിയായ വഴി കാണിക്കുക എന്നതാണ്. രാത്രിയായപ്പോൾ ഒരു സിഗ്നൽ വന്നു. അതിന്റെ 3 ഷാഡോസും വന്നു. അതിലൊരു ഷാഡോ യഥാർത്ഥവും ബാക്കി 2 വ്യാജവുമാണ്. ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് പറയുവാൻ പറ്റുമോ ഏത് ഷാഡോ ആണ് ഒറിജിനൽ എന്ന്? ഷാഡോ എ ഒറിജിനലാണ്. മെഹുൽ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഒരു ഡോർ തുറക്കുന്നു. 4 പേരും അകത്തേക്ക് കടക്കുന്നു. നിൽക്കൂ, ഞാനൊരു ഷാഡോ കാണുന്നുണ്ട്. അരെ സർ, ഈ ഷാഡോ ആയിരിക്കും കീയിലേക്കുള്ള വഴി. ഇവിടെ എല്ലായിടത്തും ഷാഡോ മാത്രമാണ് കാണുന്നത്. ഇത് ഹ്യൂമൻ ഷാഡോ ആണ്. ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അവർ ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. അതിനർത്ഥം ഷാഡോസിനിടയിൽ ഡ്രാക്കോസ് ഒളിഞ്ഞിരിപ്പുണ്ട്. എനിക്ക് അവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കുവാൻ കഴിയും. നിഴലുകളുടെ ശബ്ദവും സ്പർശനവും നോക്കി എത്ര ഡ്രാക്കോസ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് കൗണ്ട് ചെയ്യുവാൻ കഴിയും. എന്താ നിങ്ങൾക്ക് ഗസ് ചെയ്യുവാൻ കഴിയുമോ ഇവിടെ എത്ര ഷാഡോസ് ഉണ്ടെന്ന്? ഇവിടെ ടോട്ടൽ 5 ഷാഡോസ് ഉണ്ട്. എന്റെ കയ്യിലും ചിലതുണ്ട്. അരേ, നോട്ട് അഗൈൻ. സയന്റിസ്റ്റ് ജി, നിങ്ങൾ കറങ്ങി 2 സയന്റിസ്റ്റിനെയും കൂടെ കറക്കി. ജോലി എന്ത് തന്നെ ആയാലും റിസൾട്ട് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത മിഷന് മുൻപ് ഗൂഗിൾസ് കൊണ്ടുവരും. സ്കാനർ കുറച്ച് കൂടുതൽ എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. ബീപ്പ് നിൽക്കുന്നില്ല. റിലാക്സ് സയന്റിസ്റ്റ് ജി, ഇത്തവണ എന്റെ ഡിവൈസും ഗെയിമിലുണ്ട്. പ്രസന്റിംഗ് ഷാഡോ സിങ്ക് പ്രോട്ടോകോൾ. 2 സിഗ്നൽസും ഒരു പോയിന്റിൽ ഓവർലാപ്പ് ആകുന്നു. ഇതാണ് ആക്ച്വൽ ഷാഡോസ്. കീയുടെ റെസ്റ്റിംഗ് പോയിന്റ്. കീ എടുക്കുമ്പോൾ തന്നെ വേറെ ഷാഡോ അറ്റാക്ക് ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. ഷാഡോസിന്റെ ഈ കളിയിൽ എല്ലാ വസ്തുക്കളും ഒറിജിനൽ ആയിരിക്കില്ല. ഒരു കീ മാത്രമായിരിക്കും ഒറിജിനൽ. ബാക്കിയുള്ളത് മരണത്തിലേക്കുള്ള കെണിയാണ്. സർ, ഇത്രയും അധികം കീകളോ? ഇതിൽ ഏതെടുക്കും? എന്റെ സ്കാനറിൽ എല്ലാം സെയിം എനർജി ആയിട്ടാ കാണിക്കുന്നത്. എന്റെ ഗോണ്ടിലെ തകരാറിലായി. എല്ലാ കീസും ഐഡന്റിക്കലായാ കാണിക്കുന്നത്. ഈ പെഡസ്റ്റൽ ഹെക്സഗൺ ഷേപ്പിലാണ്. കീസിന്റെ അലൈൻമെന്റ് അൺഈവൻ ആണ്. ലൈറ്റിന്റെ ആംഗിൾ, ഷാഡോ പ്രൊട്ടക്ഷൻ. ബാക്കി കീസിന്റെ ഷാഡോ പെഡസ്റ്റൽ കീയുമായി ചേരുന്നില്ല. ഈ 6ാമത്തെ കീ മാത്രം ഇതിന്റെ ഷാഡോ എക്സാക്ട്ലി മാച്ച് ആകുന്നു. സർ, തെറ്റായ കീയാണ് എടുക്കുന്നതെങ്കിൽ? എന്നാൽ മുഴുവൻ ക്ഷേത്രവും തകർന്നു വീഴും. എന്നാൽ ശരിയായ കീ എല്ലാം മാറ്റിമറിക്കും. സർ, താങ്കളുടെ ബുദ്ധി നെക്സ്റ്റ് ലെവലാണ്. സ്കാനർ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് ഞാൻ കരുതി. എന്നാൽ ഇതൊരു കംപ്ലീറ്റ് മെഹുലായ വന്നിരിക്കുന്നത്. ലോഹ, ടീന, പ്ലാസ്റ്റിക്,
മെഹുൽ സർ ഫാന്റാസ്റ്റിക്. ലോജിക്കൽ ആർമി, പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡിറ്റക്റ്റീവ് IQ 2 ഗെയിം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ മിസ്റ്റർ വോസിൽ നിന്ന് കീ തിരിച്ചെടുക്കണം. വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ ആദ്യം ഡിറ്റക്റ്റീവ് IQ 2 ഗെയിം ഡൗൺലോഡ് ചെയ്യണം.